വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ അഖിൽ മാരാർ മുഖ്യമന്ത്രി ഇഷ്യൂ ആണ്. അപ്പോൾ നേരത്തെ തന്നെ അഖിൽ മാരാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഞാനും നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അഖിൽ മാരാർ വന്നിട്ട് പുതിയൊരു ആരോപണമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ വന്നിട്ടുള്ളത്. കുടുംബശ്രീ പ്രവർത്തകരുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിനായിട്ട് വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണവും സംയോജിച്ചുകൊണ്ട് സർക്കാർ 81.43 crores KSFക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നും 47,673 കുട്ടികൾക്കാണ് ലാപ്ടോപ്പ് വാങ്ങിയത് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ക്ലിപ്പിംഗ്സ് ഒന്ന് കണ്ടു നോക്കാം. KSFയുടെ കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ്. CMDRFൽ നിന്നും KSFക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ 81,43,00,000 രൂപ അനുവദിച്ചു എന്നത്. ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം നടത്തുന്നതുമായ പ്രചരണമാണ്. ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFക്ക് നൽകിയ തുകയാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81,43,00,000 രൂപ KSFക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി. ഇതാണ് വസ്തുത. എന്നാൽ ഇതൊക്കെ കണക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അഖിൽ മാരാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അഖിൽ മാരാറിന് ഇതിനെതിരെ എന്താണ് പറയാനുള്ളതെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇനി അടുത്തത് മുഖ്യമന്ത്രി പറയുന്നത് 47,673 കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 81.43 കോടി രൂപ കൊടുത്തത് എന്ന് ഇവർ പറയുന്നു. അതായത് 47,000 കുട്ടികൾക്ക് 81 കോടി രൂപ വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 17,000 രൂപ ഒരു ലാപ്ടോപ്പിന് ചെലവാകുമെന്നർത്ഥം. ഇവിടെയാണ് മുഖ്യമന്ത്രിയെ ഒപ്പമുള്ളവർ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ഇവർ ഇതങ്ങ് ഡയറക്റ്റ് കണക്ക് കൂട്ടി. അതായത് 47,693 കുട്ടികളാണ് ഇതിന്റെ ഉപഭോക്താക്കളെങ്കിൽ ഇൻഡു 17,000 ഒരു ലാപ്ടോപ്പിന് KSF കൊടുത്ത തുക. നിങ്ങൾ വിചാരിക്കും KSF ഇത് സൗജന്യമായിട്ട് കൊടുത്തതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല. ഈ തുക KSFയിലേക്ക് തിരിച്ചടവാണ്. ഇത് കേരളത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം. അവർ ഇതിനോടകം എത്ര രൂപ KSFയിൽ തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം. അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ KSFയിലേക്ക് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന 81.43 കോടി രൂപ എവിടെ പോയി പിണറായി വിജയ? എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി? 81.43 കോടി രൂപ KSFക്ക് കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ ലാപ്ടോപ്പ് മേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ്? ചുരുക്കം പറഞ്ഞ എന്റെ ദാസ മുഖ്യമന്ത്രി, നിങ്ങൾ മുന്നിലിരിക്കുന്ന പത്രക്കാരെ മൊത്തം വിഡ്ഢികളാക്കി, പത്രസമ്മേളനം കേട്ടോണ്ടിരുന്നവരെ വിഡ്ഢികളാക്കി, പ്രതിപക്ഷത്തെയും വിഡ്ഢിയാക്കി അങ്ങ് ഓടിപ്പോകാമെന്നൊന്നും വിചാരിക്കേണ്ട. സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് KSFക്ക് കൊടുത്ത 81.43 കോടി രൂപ എടുത്തുവെച്ച് KSF കുട്ടികൾക്ക് ലോൺ കൊടുത്തു. ലോൺ കൊടുത്ത തുക KSFയിലേക്ക് പാവങ്ങൾ തിരിച്ചടച്ചു. മേടിച്ച ലാപ്ടോപ്പ് ഒക്കെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നശിച്ചുപോയി. കൊക്കോണിക്സ് കമ്പനിയുടെ ലാപ്ടോപ്പുകൾ പലപ്പോഴും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുവെന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ വാർത്തകൾ ഉൾപ്പെടെ കണ്ടതിന് ശേഷം ഈ വീഡിയോയിൽ പങ്കുവെച്ചതിന് ശേഷമാണ് ഈ പറയുന്നത്. ഇത് കേട്ടോണ്ടിരിക്കുന്ന സൈബർ കമ്മികളോട് എനിക്ക് പറയാനുള്ളത്, വായി തോന്നുന്ന വിവരക്കേടും വന്ന് ഈ കമന്റ് ഇടാതെ. പറ്റിക്കപ്പെട്ടത് നിന്റെയൊക്കെ പാർട്ടിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ. കാര്യം ഈ ലാപ്ടോപ്പ് ഏറ്റവും കൂടുതലും കിട്ടിയിട്ടുള്ളത് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്കായിരിക്കും. അഖിൽ മാരാറിന്റെ ഇപ്പോഴത്തെ ഹോബി എന്ന് പറയുന്നത് കുറച്ച് മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് കുറച്ച് ഫോളോവേഴ്സിനെ കൂട്ടാന്നുള്ളതാണ്. അപ്പൊ അതിൽ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം ഇയാൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന കുറച്ച് ഫോളോവേഴ്സ് കൂടെ ഉണ്ടല്ലോ. അപ്പം അഖിൽ മാരാർ പഴയ പാർട്ടി വൈരാഗ്യം തീർക്കുന്നതാണ് എന്നുള്ളത് ഈ ഫോളോവേഴ്സ് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഓടിപ്പോകാമെന്ന് കരുതേണ്ട പിണറായി വിജയ എന്ന് വിളിച്ചുകൊണ്ടാണ് അഖിൽ മാരാർ മുഖ്യമന്ത്രിയെ സംബോധന ചെയ്യുന്നത്.
പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു CPM-ന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം കേരളത്തിൻ്റെ മൊത്തം മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ കുറച്ചെങ്കിലും റെസ്പെക്ട് ചെയ്തുകൂടെ അഖിൽ മാരാറെ? ഇത്രയും ദിവസം CMDRF-ലേക്ക് ഫണ്ടൊന്നും കൊടുക്കില്ല, ഞാൻ സ്വന്തമായി വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 lakh കൊടുത്തിരിക്കുന്നത്. ആരും അറിയില്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആളൊക്കെ അറിഞ്ഞു എന്നറിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിലപാടും ഇല്ലാത്ത ആളാണ് ഇത്തരം മണ്ടത്തരങ്ങൾ വന്ന് വിളിച്ചു പറയുന്നത് എന്ന് പറയുമ്പോൾ വലിയ അതിശയോക്തിയൊന്നും ഇല്ല. ഇതിൽ KSFE ഡയറക്ടറിന്റെ പി ആയിട്ടുള്ള അദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്നത് വേറൊരു സ്കീമിനെ കുറിച്ചാണെന്ന് മാത്രം. അപ്പോൾ ഇതിന്റെ വളരെ കൃത്യമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ K അൻവർ സാദത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ FB പേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കണക്കുകൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വിദ്യാകിരണം ലാപ്ടോപ്പുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങോട് കൂടിയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. KSFE കുടുംബശ്രീയുമായി ചേർന്ന് നടത്തിയ വിദ്യാശ്രീ പദ്ധതി കുടുംബശ്രീ അംഗങ്ങൾക്ക് ലോൺ ഉപയോഗിച്ച് ലാപ്ടോപ്പുകൾ ലഭ്യമാക്കാനാണ്. അതിന് പ്രകാരം വാങ്ങിയ ലാപ്ടോപ്പുകളിൽ അവശേഷിക്കുന്നവയാണ് കോവിഡ് കാലത്ത് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി സ്കൂളുകൾക്ക് വിദ്യാകിരണം പദ്ധതിയിലൂടെ ലഭ്യമാക്കിയത്. ഇതിന് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക ചെലവാക്കിയിട്ടുള്ളത്. KSFEയുടെ ലോണധിഷ്ഠിത വിദ്യാശ്രീ പദ്ധതിയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ കൈറ്റ് വഴി നടപ്പാക്കിയ വിദ്യാകിരണം പദ്ധതിയും ഒന്നല്ല. KSFEയുടെ വിദ്യാശ്രീക്ക് CMDRF-ൽ നിന്നും ഒരു തുകയും ചെലവാക്കിയിട്ടില്ല. വിദ്യാകിരണം പദ്ധതി സമയത്ത് വിദ്യാകിരണം പോർട്ടൽ വഴിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം എത്തിയത്. അതിനു പുറമെ CSR ഫണ്ട് വഴി കൈറ്റിനും തുക ലഭിച്ചു. ഇതിന്റെ കണക്ക് താഴെ പറയുന്ന പ്രകാരമാണ്. ഫസ്റ്റ് വൺ, KSFEയുടെ വിദ്യാശ്രീയിൽ വാങ്ങിയ ലാപ്ടോപ്പുകളിൽ വിദ്യാകിരണം പദ്ധതി വഴി നൽകിയത് ഇതിനുള്ള തുക CMDRF-ൽ നിന്നാണ് 45,313 ആണ്. സെക്കൻഡ് പോയിന്റ്, വിദ്യാകിരണം പദ്ധതി വഴി കൈറ്റ് വാങ്ങിയത് 2,360 ആണ്. ആകെ ലാപ്ടോപ്പുകൾ 47,673 ആണ്. ഈ ലാപ്ടോപ്പുകളിൽ നിലവിൽ ഏത് സ്കൂളിലാണ് ഉള്ളത് എന്ന് സമേതം പോർട്ടലിലെ വിദ്യാകിരണം ലിങ്കിലുണ്ട്. അപ്പോൾ താഴെ അദ്ദേഹം ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നേരിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ അൻവർ സാദത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ Facebook പേജിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. ഇതിന്റെ താഴെയുള്ള ലിങ്കിൽ പോയി നോക്കുവാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഏതൊക്കെ സ്കൂളിലാണ് എത്ര ലാപ്ടോപ്പാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അഖിൽ മാരാർ ഇങ്ങനെ മണ്ടത്തരങ്ങൾ വന്ന് പറയുന്നത്? അഖിൽ മാരാറിന് ബുദ്ധി ഇല്ല എന്ന് ഞാൻ പറയില്ല, നല്ല ബുദ്ധിയുള്ള ആളാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആവേശത്തിൽ ശരിക്കും കാര്യങ്ങൾ അങ്ങോട്ട് പഠിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ എന്നെ പോലെയുള്ള ഒരാള് ചോദിച്ച ചോദ്യങ്ങൾക്ക് നമ്മുടെ മുഖ്യമന്ത്രി മറുപടി തന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ടുണ്ടാകും. ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു ഹാപ്പിനെസ്സിൽ അദ്ദേഹത്തിന്റെ ബുദ്ധി കുറച്ച് സമയത്തേക്കൊന്ന് മരവിച്ചു പോയി തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മണ്ടത്തരം വന്നിങ്ങനെ പറഞ്ഞത്. സോ മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള മറുപടിയിൽ സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം അദ്ദേഹം ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് CMDRF-ലേക്ക് 1 lakh കൊടുത്തേക്കാന്ന് പറഞ്ഞു ഒരു 1 lakh ഇട്ട് കൊടുത്തു. ഞാൻ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് ഇടുകയില്ല എന്ന് പറഞ്ഞ് നടന്ന ആള് 1 lakh ഇട്ടു. പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കണക്ക് നോക്കിയത്. അപ്പൊ എന്തോ കണക്കിൽ വശപ്പിശൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ട് പറഞ്ഞൊക്കെ വളച്ചൊടിച്ചിട്ട് പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ്. ഞാൻ പൈസ കൊടുത്താൽ മാത്രമേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് പൈസ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വാക്കുകളൊക്കെ മാറ്റി പറയുന്നത്. അപ്പോൾ യാതൊരു തരത്തിലുള്ള നിലപാടും ഇല്ലാത്ത ഒരാളാണ് അഖിൽ മാരാർ എന്നുള്ളത് ഈ ഒരു പ്രവർത്തിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇത്രയും ദിവസം നിങ്ങളടുത്ത് CM-ന്റെ ഫണ്ടിലേക്ക് ആരും പൈസ കൊടുക്കരുത്, ഞാൻ പൈസ കൊടുക്കില്ല, ഞാൻ വീട് വെച്ച് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നടന്ന ആളാണ് 1 lakh കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള നിലപാടും ഇല്ല എന്നുള്ളത്. വെറും 10 രൂപ മുടക്കിയാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അഖിൽ മാരാർ അതിന് ഇത്ര വലിയ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്തായാലും അഖിൽ മാരാർ മുഖ്യമന്ത്രിയോട് പറഞ്ഞ സെയിം ഡയലോഗ് തന്നെ എനിക്ക് അഖിൽ മാരാരോട് പറയാനായിട്ട് തോന്നുന്നത്. അഖിൽ മാരാറെ നിങ്ങൾ കുടുങ്ങും, ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് കുടുങ്ങാൻ പോകുന്നത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.